ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിനെയും ദിലീപ് പ്രതി ചേർക്കപ്പെട്ട നടി ആക്രമിക്കപ്പെട്ട കേസും സമാനമാണെന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വറിന്റെ വിമർശനവുമായി സംവിധായകൻ ബൈജു കൊട്ടാരക്കര. നാട്ടിലെ എന്ത് കേസുണ്ടായാലും നടി ആക്രമിക്കപ്പെട്ട കേസുമായി കൂട്ടിക്കെട്ടി അയാളെ വെളുപ്പിച്ചെടുക്കാം എന്നാണ് രാഹുൽ കരുതുന്നതെങ്കിൽ അത് നടക്കില്ലെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. ഇന്നലെ യാദൃച്ഛികമായി ഫേസ്ബുക്കിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു. മറ്റൊന്നുമല്ല, എന്ത് പെൺകേസുകൾ ഈ നാട്ടിലുണ്ടായാലും എത്ര പെൺകുട്ടികൾ ഇരയായാലും ആ ഇരകൾക്കൊപ്പമല്ല അതിലെ പ്രതികൾക്കൊപ്പവും വേട്ടക്കാർക്കൊപ്പവും നിൽക്കുന്ന മാന്യൻ എന്ന് നടിക്കുന്ന ഉളുപ്പില്ലാതെ വർത്തമാനങ്ങൾ പറയുന്ന ഒരാളെ ഞാൻ കണ്ടു. അത് മറ്റാരുമായിരുന്നില്ല, അത് രാഹുൽ ഈശ്വറാണ്. ഏത് പെൺകേസുകൾ വന്നാലും ഏത് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാലും അതിലെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഇയാൾ സ്വീകരിക്കുന്നത്. ഇയാൾ പറയുന്ന കാര്യങ്ങൾ കേരളക്കാർ മുഴുവൻ വിശ്വസിച്ചുവെന്നാണ് ധാരണ. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞു. കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. ആ വിഷയത്തിൽ ഇന്നേവരെ ഒരു പരാതി പോലും പോയിട്ടില്ല. ഒരു പെൺകുട്ടിയും പരാതി കൊടുത്തിട്ടില്ല. രാഹുൽ ഈശ്വർ അവിടെ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിനെ ദിലീപ് കേസുമായി കൂട്ടിക്കെട്ടുകയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ്ട് 175ഓളം വോയിസ് ക്ലിപ്പുകളാണ് കേസുമായി കൊടുത്തത്. 8ാം പ്രതിയായ ദിലീപ് 80 ദിവസത്തോളം ജയിലിൽ കിടന്നു. പൾസർ സുനി 7 വർഷത്തോളം അകത്ത് കിടന്നിട്ടാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയത്. അതായത് ഈ കേസിന്റെ നാൾ വഴികളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം. ഈ 175 വോയിസ് ക്ലിപ്പുകൾ എന്ന് പറയുന്നത് അന്വേഷണ സംഘം കണ്ടുപിടിച്ചു കൊണ്ടുവന്ന തെളിവുകളാണ്. ഏതാണ്ട് ആയിരക്കണക്കിന് മറ്റ് തെളിവുകളും കോടതിയുടെ പക്കൽ ഇരിക്കുന്നുണ്ട്. ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി എത്രയോ പ്രാവശ്യം, ഏതാണ്ട് 60ഓളം പ്രാവശ്യം സുപ്രീം കോടതിയിൽ വരെ ഹർജി കൊടുത്തിട്ടുള്ള ആളുകളാണുള്ളത്. കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് അനധികൃതമായി ഓപ്പൺ ചെയ്തതിൽ ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ പലരും പ്രതിക്ക് വേണ്ടി നിലകൊള്ളുന്ന കേസാണിത്. ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ കണ്ടുവെന്നും അനൂപിന്റെ കാറിൽ സുനി, അനൂപ് എന്നിവരുമായി യാത്ര ചെയ്തു എന്നും ആക്രമണ വീഡിയോ ദിലീപിന്റെ കയ്യിൽ എത്തപ്പെട്ടു എന്നും അദ്ദേഹം മൊഴി നൽകി. അതുപോലെ തന്നെ ആക്രമണ വീഡിയോ ദിലീപ് വീട്ടിൽ നിന്ന് കണ്ടു എന്നും വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ഞാൻ ഈ ശബ്ദങ്ങൾ കേട്ടു എന്നും സുപ്രധാന വെളിപ്പെടുത്തലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. തന്നിൽ കൂടെയാണ് ദിലീപിന് ജാമ്യം കിട്ടിയതെന്നും പറഞ്ഞ ബാലചന്ദ്രകുമാർ 27 വോയിസ് ക്ലിപ്പുകളും പുറത്തുവിട്ടു. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ആസൂത്രണം ചെയ്യുന്നതുവരെ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. മെമ്മറി കാർഡ് അങ്കമാലി കോടതിയിൽ നിന്നും എങ്ങോട്ടാണ് പോയത് എന്നുള്ള മൊഴി വരെ പ്രധാന സാക്ഷിയായിരുന്ന ബാലചന്ദ്രകുമാർ കോടതി സമക്ഷം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, സാഗർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇയാൾ അവിടെ നിന്നും കൂറുമാറിയ ആളാണ്. സുനി കാവ്യയുടെ വസ്ത്രസ്ഥാപനത്തിൽ ഒരു പൊതി കൊടുക്കുന്നത് കണ്ടു എന്നും തന്നെ സ്വാധീനിച്ച് ഈ വക്കീലന്മാരെല്ലാം കൂടി മൊഴി മാറ്റിച്ചു എന്ന അദ്ദേഹത്തിന്റെ മൊഴിയുമുണ്ട്. ഈ തെളിവുകളെല്ലാം ചുമ്മാതാണോ എന്നും ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു.